അങ്ങനെ വൃഷഭ, മോഹൻലാലിൻ്റെ ക്രിസ്മസ് റിലീസിൻ്റെ കൂട്ടത്തിൽ വന്ന ലാലേട്ടൻ്റെ ഒരു സിനിമയായിരുന്നു വൃഷഭ. ബേസിക്കലി ട്രെയിലർ കണ്ടപ്പോഴേ ഏകദേശം ഇതിൻ്റെ ഒരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്താണെന്ന് ഞാൻ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിലർ എക്സാക്ട്ലി ഏകദേശം കൂറ് പുലർത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സിനിമകളിൽ പോയി അഭിനയിക്കുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ടെന്നേ. അതായത് ഇപ്പം ലാലേട്ടനെ നമ്മളൊരു കേരളത്തിലുള്ളൊരു മലയാളി ടച്ചിലുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ പല സിനിമകളും, പണ്ട് കാലത്തെ സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു സാധാരണക്കാരൻ്റെ മുഖം, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ എബോവ് മിഡിൽ ക്ലാസ്, ആ ഒരു ലെവലിലുള്ള ആളായിട്ടുള്ള കഥാപാത്രങ്ങൾ ലാലേട്ടൻ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ലാലേട്ടൻ സൂപ്പറായിട്ട് ചെയ്യും. അത് വിട്ട് പുള്ളി ഈ ചരിത്ര കഥാപാത്രങ്ങളെയൊക്കെ എടുക്കുന്ന സമയത്ത് പക്ക ഒരു നാടകം പോലെ ഇത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇതൊന്നും രണ്ട് സിനിമയിലല്ല. ഇതിന് ഞാൻ ഉദാഹരണം പറയാം. 2022 ഇറങ്ങിയ മരയ്ക്കാർ, അറബിക്കടലിലെ സിംഹം, നമ്മൾ ആ സിനിമ കണ്ടതാണ്. ആ സമയത്ത് ഇറങ്ങിയപ്പോൾ കുറേ ട്രോളുകളൊക്കെ വന്ന് ആകെപ്പാടെ അലിക്കുലത്തായ ഒരു സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് 2024 മലൈക്കോട്ട വാലിബൻ. ഞാൻ ആ സിനിമ തിയേറ്ററിൽ കാണാൻ പോയില്ല. എനിക്കറിയാമായിരുന്നു അതിൻ്റെ അവസ്ഥ എന്താകുന്നുള്ളത്. ഞാൻ പോയില്ല. ആ സിനിമ അത് കഴിഞ്ഞ് OTT-ലോ TV-ലോ എന്തോ വന്നായിരുന്നു. ആ സമയത്ത് ഞാനിന്ന് കണ്ടിട്ട് എന്നെക്കൊണ്ടത് ഫുള്ളിരുന്ന് കാണാനുള്ളൊരു പറ്റിയില്ല. ഞാനതുകൊണ്ട് പകുതിക്ക് വെച്ച് നിർത്തി എണീറ്റ് പോയി. അതിനുശേഷം 2024 അവസാനം ബറോസ്, അതിന് വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ലാലേട്ടൻ തന്നെ സംവിധാനം ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സിനിമയായിരുന്നു. അതിൻ്റെ അവസ്ഥ എന്താണെന്നും നമുക്കറിയാം. അത് ഞാൻ ഹോട്ട്സ്റ്റാറിലാണെന്ന് തോന്നുന്നു ആ സിനിമ ഉണ്ട്. അത് ഞാനിരുന്ന് കണ്ട സമയത്ത് അത് ഞാൻ മൊത്തം ഇരുന്ന് കണ്ട് തീർത്തൊരു സിനിമയാണ്. പക്ഷേ പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതേ അഭിപ്രായമുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിൽ ഈ റിവ്യൂ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. ഇതിന് ശേഷമാണ് ഈ പറഞ്ഞ കണ്ണപ്പ കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. എന്നാൽ പോലും ഞാൻ പറയുന്നില്ല, കണ്ണപ്പയുടെ അവസ്ഥ ഏകദേശം നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ശേഷമാണ് 2025 ഡിസംബർ റിലീസിന് നമ്മുടെ സർവമായ എന്ന് പറയുന്ന സിനിമയുടെ കൂട്ടത്തിൽ റിലീസായിട്ടുള്ള ലാലേട്ടൻ്റെ വൃഷഭ. എനിക്ക് തോന്നുന്നു ഇത് തെലുങ്കിൽ എങ്ങനെയാണ് ഈ പടം പെർഫോം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മലയാളത്തിൽ എൻ്റെ പൊന്നടാവോ, ഇത് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അസാമാന്യ ക്ഷമ വേണം. ഇപ്പം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും എന്നെ തെറി വിളിക്കാനോ എന്നോട് റൂഡായിട്ട് പെരുമാറണോ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പം തോന്നിയൊരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്. ഇതിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷേ ഈ സിനിമ ലാലേട്ടനെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചരിത്ര കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡ്രാമ, ഇങ്ങനെ ഒരു നാടകം കളിക്കുന്ന, അതായത് തട്ടൽ, ഈ പണ്ട് കാലത്തൊക്കെ നമുക്ക് ഈ ഉത്സവത്തിനൊക്കെ നാടകങ്ങൾ നടക്കുമല്ലോ, ആ നാടകം കാണുന്ന അതേ ഫീലിലിരുന്ന് കാണാമെന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി. പക്ഷെ അത് കാണാനല്ലല്ലോ നമ്മളൊരു തിയേറ്ററിൽ പോകുന്നത്. ഒരിടത്തും ഒരു തരത്തിലും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളൊരിത്. അതേപോലെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ലാലേട്ടൻ വരുന്ന ഒരു സീനുണ്ട്. ഇന്നും എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സീനാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയത്തിനെ USC വെച്ചിട്ട് കാണുന്നൊരു സീനും, അത് കഴിഞ്ഞ് ലാലേട്ടൻ ആ ഡയലോഗ് പറഞ്ഞതിന് ശേഷം നടന്നു പോകുന്നൊരു സീനുണ്ട്. എൻ്റെ പൊന്നടാ ഓയേ, ആ ഒരു നടപ്പ് അത് ഭയങ്കര കല്ലുകടിയായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ എന്തോ എവിടെയും ഒരു മാച്ചല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ലാലേട്ടൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നിടത്ത് വീഴ്ച വരുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനും പുള്ളിയെ ഉപദേശിക്കാനും ഒക്കെ ഉള്ള കൂടെ ആളുകൾ കാണുമ്പോൾ ഓഫ് കോഴ്സ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ആളുകളുടെ കൂട്ടത്തിൽ എപ്പോഴും ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇത് പിക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ലാലേട്ടൻ എന്തോ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻഡ് ഓഫ് ദി ഡേ എത്ര പണമുള്ള ആളുകളാണെങ്കിലും അവർക്ക് വീണ്ടും പണം ഉണ്ടാക്കണം, അവർക്ക് സെറ്റ് ആവണമെന്നൊക്കെയുള്ള ചിന്ത എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പല ബിസിനസ്സുകളും പല കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ലാഭമോ നഷ്ടമോ ഒക്കെ ഉണ്ടാകും. അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ലാലേട്ടൻ എന്തെങ്കിലും തക്കതായ ഒരു നഷ്ടം ബിസിനസ്സിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കങ്ങനെ തോന്നുന്നത്, കിട്ടുന്ന പടം എല്ലാം മാക്സിമം ചെയ്തത് റവന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണോ എന്ന് പോലും എനിക്ക് പലപ്പോഴും തോന്നിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പം ബേസിക്കലി ഒരു സിനിമയുടെ ഒരു ബന്ധവും ഇല്ലാത്ത എന്നെ കൊണ്ട് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ച പരിധിവരെ എന്നെക്കൊണ്ട് പോലും പറയാൻ പറ്റും ആ പടം ഹിറ്റാവുമോ മോശമാവുമോ എന്നുള്ളത്. എനിക്ക് സിനിമയായിട്ടൊരു ബന്ധമില്ല. ഞാനൊരു ജസ്റ്റ് സിനിമ കണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരാളാണ്. എന്നാൽ പോലും ഓഡിയൻസിൻ്റെ ഒരു പൾസ് എന്താണെന്ന് ഒരു പരിധി വരെയെങ്കിലും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇതെന്തുകൊണ്ട് പറ്റുന്നില്ല? പുള്ളിക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ പല സാഹചര്യങ്ങളിലും പുള്ളി ഇതിനകത്ത് പെട്ടുപോകുന്നതാണോ എന്ന് എനിക്കിപ്പോൾ സംശയം. ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള
ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോകുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശ്രീനിവാസൻ്റെ നമുക്കറിയാം ശ്രീനിവാസൻ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരാളാണെന്നുള്ളത് അല്ലേ. പുള്ളിയുടെ പല സിനിമകളും ഈ കാലത്ത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നും പ്രസക്തമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കൈരളി ചാനലിൻ്റെ ആണെന്ന് തോന്നുന്നു എന്തൊരു യൂട്യൂബ് ഞാൻ പറ്റിയ ഈ സൈഡിലായിട്ട് ആഡ് ചെയ്തേക്കാം ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ലാലേട്ടന് ചില സാഹചര്യങ്ങളിൽ ഒരു തരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് ചില സിനിമകൾ എടുത്തു പോകും. പ്രോപ്പറായിട്ടൊരു തിരക്കഥ പോലും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും പെട്ടുപോയിട്ടുണ്ടെന്നുള്ളത് ഞാനിങ്ങനെ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചു. ഞാൻ ഈ വൃഷഭ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഇതിന് ശേഷമാണ് ഞാനത് കാണുന്നത്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി ഇത് തന്നെ ആയിരിക്കാം മേ ബി, ഒന്നെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇത്, അല്ലാതെ ഇങ്ങനെ പറ്റുന്നു ഈ മാതിരി സിനിമയൊക്കെ. അപ്പോൾ 2-3 വർഷത്തെ ലാലേട്ടൻ്റെ ആ സിനിമാ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻസ് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മജോറിറ്റി എണ്ണവും ഫ്ലോപ്പായിരുന്നു അല്ലേ. അതിനുശേഷം തുടരും ഹിറ്റായി, ദൃശ്യം 2, അതേപോലെ തന്നെ എമ്പുരാൻ, ലൂസിഫർ, ഇങ്ങനെ കുറച്ച് സിനിമകൾ ഹിറ്റായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് വന്ന് കുറേയേറെ സിനിമകൾ ഫ്ലോപ്പായിട്ടുണ്ട്. ഓക്കെ, എല്ലാ സിനിമകളും എല്ലാവരുടെയും ചിലപ്പോൾ ഹിറ്റായെന്ന് വരത്തില്ല, ഓക്കെ ശരി. പക്ഷേ ഇങ്ങനെയുള്ള ഈ ചരിത്രപരമായിട്ടുള്ളതും ഇങ്ങനെ ഈ പഴയ കാലഘട്ടം കാണിക്കുന്നതുമായിട്ടുള്ള ഇങ്ങനത്തെ സിനിമകൾ തന്നെ സെലക്റ്റീവായിട്ട് വരികയും അതെല്ലാം ഫ്ലോപ്പാവുകയും ചെയ്യുമ്പം അതെങ്ങനെ ആൾക്ക് മനസ്സിലാവാതെ പോകുന്നു. എനിക്ക് എന്തായാലും വൃഷഭ കണ്ടിട്ട് നല്ല രീതിയിൽ ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയത്. കാരണം സർവ്വമായ എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഞാനിത് പോയി കണ്ടത്. നമ്മൾ ആ സർവ്വമായ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിൻ്റെ ആ ഒരു ഫീല് പോലും നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ള. സർവ്വമായ ഒരു നല്ല സിനിമയാണ്, ഞാൻ ഓൾറെഡി എൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് കുറേ തന്നെ ഇരുന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ. നമ്മുടെ നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഈ ഒരു സിനിമയ്ക്കകത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടതെന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിട്ട് ഞാൻ പിന്നെ സിനിമയ്ക്ക് പോവാതിരുന്നത്, കുറേ നാളത്തേക്ക് സിനിമയ്ക്ക് പോവാതിരുന്ന ഒരു സിനിമയായിരുന്നു നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ്. ആ സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് അത് കണ്ടിറങ്ങിയതിന് ശേഷം എനിക്ക് തിയേറ്ററിൽ പോകാനുള്ള മൈൻഡ് പോലും പോയി. ആ മാതിരി കാട്ടിക്കൂട്ട്. അതിനൊക്കെ കുറേ ആൾക്കാർ പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ഓരോരുത്തരുടെ ആസ്വാദന തലങ്ങൾ വേറെയാണ്, ഓരോരുത്തർക്ക് ഓരോ ചോയ്സസാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് പേഴ്സണലി ആ പടം ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം എനിക്ക് തിയേറ്ററിൽ പോയി 2-3 മണിക്കൂർ എൻ്റെ ടൈം അതിനകത്ത് കൊണ്ട് ഇരുന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷം കുറേ നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വേറെ ഏതൊരു സിനിമ വന്നപ്പം അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചത്. കഴിഞ്ഞ ആഴ്ച ബബ്ബ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പോയി. ചില ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് അത് തുടക്കത്തിൽ തന്നെ ഒരു ലോജിക്കില്ലാത്ത പടമാണെന്ന് കാണിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ എന്തിനാണ് കുറ്റം പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്ത് പടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണിച്ച് പ്രേക്ഷകർ കൊടുക്കുന്ന 150 അല്ലെങ്കിൽ 200 രൂപയ്ക്ക് അതിന് മൂല്യമുണ്ട്. അവർ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ട് ഇന്നത്തെ കാലത്ത് സിനിമാ മേഖലയുടെ ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ വൃഷഭയുടെ കേസിൽ വലിയ പ്രൊമോഷൻസ് ഒന്നും കണ്ടില്ല. ചില പടങ്ങൾക്കൊക്കെ വമ്പൻ രീതിയിൽ ഹൈപ്പ് കൊടുത്ത് പ്രൊമോഷൻ കൊടുത്ത് ആളുകളെ അങ്ങോട്ട് ചതിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഫോഴ്സ്ഫുള്ളി ഇവർക്ക് സിനിമ ഏകദേശം അവസാനത്തെ എല്ലാ പ്രൊഡക്ഷൻ വർക്കും കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഏകദേശം ഇതിൻ്റെ കാര്യം ഇന്നതാണ് അവസ്ഥ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഓവറായിട്ട് ഹൈപ്പ് ഉണ്ടാക്കുകയും ഭയങ്കരമായിട്ട് പ്രൊമോഷൻസ് നടത്തി മാക്സിമം ബുക്കിങ്ങുകൾ എടുപ്പിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ തന്നെ മാക്സിമം കാശ് എടുക്കണം. ഇതാണിപ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നമുക്കൊരു കാണുന്ന പ്രേക്ഷകർക്കും കൂടെ കുറച്ചൊരു അവരുടെ അഭിപ്രായം കൂടെ മാനിക്കണം. നല്ല സിനിമകൾ ചെയ്താൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ അവർ പുറത്തു വിട്ടൊരു ന്യൂസ് കണ്ടു. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ഹിറ്റായിട്ടുണ്ടെന്നുള്ളത്. നല്ല സിനിമകൾ ചെയ്താൽ മതിയെന്നേ, എന്തിനാ ഈ ചവറ് സിനിമകൾ ചെയ്യാനായിട്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന് പുറകെ പോയി എന്നിട്ട് പിന്നെ ഇതിന് കണക്ക് കൊടുക്കാനായിട്ട് പോകണേ. കഥ കേട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളുടെ കുറേ പേര് കാണും. അവർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ നോക്ക്. അല്ലാതെ ഇത് ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ പലപ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും കുറച്ചെങ്കിലും അവനവനൊരു നമുക്ക് മനസ്സിലാവാൻ പറ്റേണ്ട ഒരു സിനിമ ഹിറ്റാവുമോ മോശമാവുമോ, അല്ലെങ്കിൽ ആളുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കണം പഴയത്. ലാലേട്ടൻ ഇങ്ങനെ ഒരു സിനിമ വീണ്ടും കൊണ്ടുവന്ന് ഇനിയെങ്കിലും സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ലാലേട്ടൻ ഇത് കാണുമെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ജീവിതത്തിൽ അത് മാറുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ എന്തോ ലാലേട്ടന് പുള്ളിക്ക് ഇത് പറ്റുന്ന ഒരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമാ മേഖലയല്ല കേട്ടോ. ഈ ചരിത്രം അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള സിനിമകൾ എടുത്ത് വെക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു സേഫ് സോൺ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സൈഡ് വെട്ടിയ ഒരു സിനിമ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് സിനിമ അല്ലെന്ന് തോന്നുന്നു. പുള്ളിക്ക് കുറച്ചുകൂടെ ഇപ്പോൾ നമ്മൾ ദൃശ്യൻ കൈൻഡ് ഓഫ് സിനിമകൾ പുള്ളിക്ക് നല്ലപോലെ ചേരും. ഒപ്പം, തുടരും, അതേപോലെ തന്നെ ലൂസിഫർ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ടല്ലോ. ഇതൊക്കെ പുള്ളി ആപ്റ്റാണ്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന കംപ്ലീറ്റ് ആക്ടർ. ഈ മേഖലകളിലൊക്കെ പുള്ളി, അതേപോലെ തന്നെ പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എന്തായിരുന്നു.
ഇത്രയും വർഷം നമ്മളൊക്കെ എൻ്റർടൈൻ ചെയ്ത ഒരാളാണ്. ആളുടെ കയ്യിൽ നിന്ന് ഇപ്പം ഇങ്ങനത്തെ ഇത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമ, അല്ലെങ്കിൽ മമ്മൂക്കായുടെ ഒരു സിനിമ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ ടോപ്പ് ടയറിലുള്ള ആക്ടേഴ്സിൻ്റെ സിനിമ വരുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും എന്നുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ എക്സ്പെക്റ്റേഷൻ അപ്പാടെ തെറ്റിപ്പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്തായാലും ഇതിൽ കൂടുതൽ ഞാനൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. വളരെ മോശമായിപ്പോയി. എനിക്ക് വൃഷഭ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ വളരെ മോശമായിപ്പോയി. എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് പെടണമെന്നോ പെടണ്ടായെന്നോ ഒന്നുമില്ല. വേറൊരാൾക്ക് മറ്റൊരു അഭിപ്രായമായിരിക്കും. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ഒന്ന് രേഖപ്പെടുത്തണേ. അങ്ങനെയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ നോക്കുന്ന ആളുകൾക്ക് അപ്പോൾ ഒരു ഐഡിയ മൊത്തത്തിൽ കിട്ടും. ഇനി എൻ്റെ മാത്രം അഭിപ്രായം കേട്ടിട്ട് ഒരു സിനിമയെ വിലയിരുത്തണ്ട. എനിക്ക് കണ്ടപ്പം തോന്നി എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. സോ ഇനി മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായം കാണും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒരു കുഞ്ഞ് ചാനലാണേ. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് അപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും. സോ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാലേ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുള്ളൂ. സോ അത് നമുക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സപ്പോർട്ടും കൂടെ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ കണ്ടുമുട്ടുന്നവരെ. അപ്പോൾ ടേക്ക് കെയർ, ബൈ.